എക്സ്ട്രീം എന്ന പേരോടെ 100% നീതി പുലർത്തുന്ന ഡിസൈനും ക്യാരക്ടറുമാണ്. ലുക്കിലല്ലല്ലോ, വർക്കിലാണുള്ള കാര്യം. ഹലോ ഗൈസ്, അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഫേസ് കാണിച്ച് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഫേസ് കാണിച്ചിട്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ല, കൂടുതൽ വോയിസ് ഓവറായിട്ടാണ് വീഡിയോ ചെയ്യാറുള്ളത്. മെയിൻ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഫേസ് കാണിച്ച് സംസാരിക്കാൻ കുറച്ച് ചമ്മലുള്ള ആളാണ്, ക്യാമറ ഷൈ ഉള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പരിപാടിക്ക് നിൽക്കാണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ഫേസ് കാണിക്കാണ്ട് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമല്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഫേസ് കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്ത് തുടങ്ങാം, ഈ ഒരു വീഡിയോ മുതൽ ഫേസ് കാണിച്ചിട്ട് തുടങ്ങാം എന്നുള്ള ഒരു രീതിക്ക് എത്തിയത്. അപ്പോൾ നമ്മുടെ ഇതിൽ നിന്നുള്ളത് ഹീറോയുടെ എക്സ്ട്രീമാണ്. അപ്പോൾ ഈ ഒരു 250cc ബൈക്കിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്, അതിൻ്റെ പെർഫോമൻസിലേക്കും റൈഡ് എക്സ്പീരിയൻസിലേക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും മോട്ടോർനൈസ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. Maybe I'm weak, but it took half a year to get over you. Or maybe I'm good at pretending that I moved on. I'm not ready to meet you again, unless this time we're holding on. നമ്മുടെ ചാനലിൽ ഹീറോ എന്ന ബ്രാൻഡിൽ നിന്നുള്ള ആദ്യത്തെ ബൈക്ക് റിവ്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബൈക്കിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി അല്ലെങ്കിൽ ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 1984 കഥ തുടങ്ങുന്നത്. ഹീറോ ഹോണ്ട എന്ന പേരിലായിരുന്നു ഹീറോയുടെ ജനനം. തുടർന്ന് ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ ഹീറോയ്ക്ക് കഴിഞ്ഞു. നല്ല മൈലേജും റിലയബിലിറ്റിയും ഒക്കെ ആയിരുന്നു ഹീറോയുടെ ബൈക്സിൻ്റെ പ്രധാന സവിശേഷതകൾ എന്ന് വേണമെങ്കിൽ പറയാം. 2011 ഹോണ്ടയുമായി വേർപിരിഞ്ഞ ഒരു കമ്പനി ഹീറോ മോട്ടോകോർപ്പ് എന്ന പേരിൽ സ്വതന്ത്രമായിട്ട് യാത്ര ആരംഭിക്കുകയാണ്. പിന്നീട് ഡിസൈൻ, ടെക്നോളജി, പെർഫോമൻസ് എന്നതിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഹീറോയ്ക്ക് കഴിഞ്ഞു. ആദ്യകാലത്ത് കമ്മ്യൂട്ടർ ബൈക്കുകളിലായിരുന്നു ഹീറോ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. എന്നിരുന്നാലും പിന്നീട് 250cc സെഗ്മെന്റിലേക്ക് നോക്കുമ്പോൾ ഹീറോയുടെ ശക്തമായിട്ടുള്ള കടന്നുവരവാണ് ഹീറോ എക്സ്ട്രീം 250R. 2024 ഗ്ലോബൽ മോട്ടോർ ഷോകളിലൊക്കെ നോക്കുകയാണെങ്കിൽ കോൺസെപ്റ്റ് രൂപത്തിൽ ശ്രദ്ധ നേടിയ ഒരു മോഡലിന് 2025 ജനുവരിയോടൊക്കെ കൂടിയിട്ടാണ് കമ്പനി വിപണിയിലേക്ക് എത്തിക്കുന്നത്. അഗ്രസീവായിട്ടുള്ള ഒരു നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്റർ ഡിസൈനിലുള്ള ഒരു ബൈക്കിന്റെ എക്സ്ട്രീം എന്ന പേരോടെ 100% നീതി പുലർത്തുന്ന ഡിസൈനും ക്യാരക്ടറുമാണ് ഈ ഒരു ബൈക്കിൻ്റെത്. ബൈക്കിന്റെ ഫേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഷാർപ്പ് കട്ട്സും സ്ലീക്ക് ഡിസൈനോടും കൂടി വരുന്ന ഫുള്ളി LED ഹെഡ്ലാമ്പ് സെറ്റപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാത്രി യാത്രകളിലൊക്കെ സ്ട്രോങ് ആയിട്ടൊരു വിസിബിലിറ്റി നൽകുന്ന ഹെഡ്ലൈറ്റ് ആണ് ഇത്. അതുപോലെ തന്നെ ബൈക്കിന്റെ ആ ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ഹെഡ്ലൈറ്റിന്റെ ഡിസൈനും വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബൈക്കിന്റെ ഷാർപ്പായിട്ടുള്ള എഡ്ജുകളൊക്കെ ബൈക്കിന് ഒരു മോഡേണും സ്പോർട്ടി ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട്. ബൈക്കിന്റെ ടെയിൽ ലാമ്പ് ഡിസൈൻ വളരെ സ്ലീക്കും ഷാർപ്പുമാണ്. മാത്രമല്ല അതിന്റെ ആ ഒരു സ്പ്ലിറ്റ് സ്റ്റൈൽ ലുക്ക്, ഒരു ക്ലീൻ ലൈറ്റ് സിഗ്നേച്ചർ ഒക്കെ ബൈക്കിന് ഒരു പ്രീമിയം സ്ട്രീറ്റ് ഫൈറ്റർ ലുക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്പ്ലിറ്റ് സീറ്റ് സെറ്റപ്പാണ് ബൈക്കിനുള്ളത്. റൈഡർ സീറ്റ് വെൽ കുഷൻഡാണ്. അത്യാവശ്യം ലോങ് റൈഡ്സിലൊക്കെ കംഫർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. റെയർ സീറ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റാണെന്ന് ഞാൻ പറയില്ല. എന്നിരുന്നാലും ബൈക്കിൻ്റെ ആ ഒരു അഗ്രസീവ് പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ ലുക്ക് വൈസ് ഈ ഒരു സീറ്റ് ഓക്കെയാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള എന്നിരുന്നാലും കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷനാണ് ബൈക്കിൻ്റെ. 806 mm ബൈക്കിൻ്റെ സീറ്റ് വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ 167.7 കിലോയാണ് ബൈക്കിൻ്റെ വെയിറ്റ് വരുന്നത്. എൻ്റെ വെയിറ്റ് 164 cm. ഇത് വെച്ച് നോക്കുമ്പോൾ വളരെ നന്നായിട്ട് തന്നെ ഈ ഒരു ബൈക്കിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. നടു നിവർത്തി വെച്ച് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് ഇത്. കൂടാതെ റൈഡർക്ക് കംഫർട്ടബിൾ ആയിട്ട് ബൈക്കിനെ ഹഗ് ചെയ്തിരിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു ഡിസൈനാണ് ബൈക്കിൻ്റെ ഫ്യൂൾ ടാങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 11.5 ലിറ്ററാണ് ഈ ഒരു ബൈക്കിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഏകദേശം 36 കിലോമീറ്ററൊക്കെയാണ് ഈ ഒരു ബൈക്കിൻ്റെ മൈലേജ് നമുക്ക് കിട്ടുന്നത്. ടാങ്കിൻ്റെ സൈസ് വിഷ്വലി കുറച്ച് ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നല്ല ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കംഫർട്ടും ഹാൻഡ്ലിങ്ങും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള അത്യാവശ്യം സ്റ്റിഫറായിട്ടുള്ളൊരു സസ്പെൻഷനാണ് ബൈക്കിനുള്ളത്. ബൈക്കിൻ്റെ ഫ്രണ്ടിൽ 120 mm ട്രാവലുള്ള അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 6 സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്കുകളും കമ്പനി കൊടുത്തിട്ടുണ്ട്. ബൈക്കിൻ്റെ പവർ ഫിഗേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 249.3cc DOHC ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു ബൈക്കിന് കരുത്തുള്ളത്. ഇത് 29.5 bhp 9250 RPM-ലും 25 Nm ടോർക്ക് 7250 RPM-ലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ബൈക്കിൻ്റെ പവർ ഫിഗേഴ്സിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മിഡ് റേഞ്ച് മുതൽ ഒരു ഹൈ RPM-ലേക്കാണ് ബൈക്കിൻ്റെ പെർഫോമൻസ് എടുക്കുന്നത്. അത്യാവശ്യം ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലച്ച് ഫീലാണ് ബൈക്കിനുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത് ബൈക്കിൻ്റെ ബ്രേക്കിംഗ് ആണ്. അത്യാവശ്യം പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് ആണ് ബൈക്കിനുള്ളത്. ബൈക്കിൽ ഡ്യുവൽ ചാനൽ ABS കമ്പനി കൊടുത്തിട്ടുണ്ട്. ബൈക്കിൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇവൻ്റെ മെയിൻ കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്നത് ഡ്യൂക്ക് 250 ആണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ബൈക്കുകളെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. രണ്ട് ബൈക്കുകളും 250cc സെഗ്മെന്റിൽ മികച്ച രണ്ട് ഓപ്ഷൻസ് ആണ്.
രണ്ട് ബൈക്കും തമ്മിലുള്ളൊരു ലുക്ക് വൈസ് നോക്കുമ്പോൾ എക്സ്ട്രീം 250 ആണെങ്കിൽ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് എനിക്ക് തോന്നിയത് ഡ്യൂക്ക് 250 ആണ്. പക്ഷേ പവറിന്റെ ഭാഗത്തായിട്ട് വരുമ്പോൾ ഡ്യൂക്ക് 250 കുറച്ചുകൂടെ അഗ്രസീവായിട്ട് തോന്നുന്നത് എക്സ്ട്രീം 250 ആണ്. പേപ്പറിൽ ഡ്യൂക്ക് 250 പവർ കുറവാണ് എക്സ്ട്രീം 250 എക്സ്ട്രീം 250 ഡ്യൂക്കിനേക്കാൾ കുറച്ച് തുക്കാണ്. ബൈക്കിന്റെ ഹാൻഡ്ലിങ്ങിന്റെ ഭാഗത്തായിട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് തോന്നുന്നത് ഡ്യൂക്ക് 250 ആണ്. ഈ കാര്യങ്ങളിലൊക്കെ രണ്ട് ബൈക്കുകൾ തമ്മിലൊരു ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് ബൈക്കുകളും റൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിക്ക് എനിക്ക് തോന്നിയ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. റൈഡ് ചെയ്യുന്ന ഒരു കംഫർട്ട് വെച്ച് നോക്കുമ്പോൾ സീറ്റ് ആണെങ്കിലും സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത് എക്സ്ട്രീം 250 ആണ്. ബൈക്കുകളുടെ പ്രൈസിങ്ങിന്റെ ഭാഗത്തായിട്ട് നോക്കുമ്പോൾ ഡ്യൂക്കിനേക്കാൾ എന്തുകൊണ്ടും വാല്യൂ ഫോർ മണി എന്ന രീതിക്ക് നമുക്ക് പറയാൻ കഴിയുന്നത് എക്സ്ട്രീം 250 ആണ്. കൊച്ചിയിൽ ഡ്യൂക്ക് 250 റേറ്റ് വരുന്ന ഏകദേശം 2,60,000 രൂപയുടെ അടുത്താണ്. പക്ഷേ എക്സ്ട്രീം 250 നോക്കുമ്പോൾ ഈ ഒരു ബൈക്കിന് ഏകദേശം 2,19,000 ഇടയ്ക്ക് കേട്ടാണ് റേറ്റ് വെക്കുന്നത്. പെർഫോമൻസ് വൈസ് രണ്ട് ബൈക്കുകളും തമ്മിൽ അത്ര വ്യത്യാസം വരുന്നില്ലെങ്കിലും പ്രൈസ് വൈസ് നോക്കാൻ നേരത്തെ രണ്ട് ബൈക്കുകളും തമ്മിൽ ആനയുടെയും ആടിന്റെയും ഡിഫറൻസ് ഉണ്ട്. ബൈക്കിന്റെ കുറച്ച് നെഗറ്റീവ്സ് നമുക്ക് നോക്കാം. ഇവിടെ ആണെങ്കിലും ഒരു 250cc സെഗ്മെന്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള നെഗറ്റീവ്സ് ആണ് ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്നത്. ബൈക്കിന്റെ ഓവറോൾ ഡിസൈനിലും ബിൽഡ് ക്വാളിറ്റിയിലും എവിടേക്കോ ചെറിയൊരു അപകർഷത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ പാനലിന്റെ സൈഡിലായിട്ട് ഗ്യാപ്സ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ ഭാഗത്തായിട്ട് നോക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു LCD കൺസോളാണ് ബൈക്കിനുള്ളത്. ഇത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബൈക്കിന്റെ സർവീസിലും അതുപോലെ തന്നെ പാർട്സ് അവൈലബിലിറ്റിയിലും ഒക്കെ ചെറുതായിട്ടൊരു ഡിലേ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് കുറച്ച് ഓണേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2026 ആരൊക്കെയാണ് ഒരു ബൈക്ക് എടുക്കേണ്ടത്? ഒരു 125cc ഓടിച്ച് കുറച്ചുകൂടെ മെച്ചപ്പെട്ട പെർഫോമൻസും സ്റ്റൈലും ഉള്ള ഒരു ബൈക്ക് നോക്കുന്നവർക്ക്, അതുപോലെ തന്നെ വാല്യൂ ഫോർ മണി എന്ന ചിന്താഗതിയിൽ നിന്നിട്ട് ബൈക്ക് നോക്കുന്നവർക്ക്, ലുക്ക് വൈസ് ഡ്യൂക്ക് 250 അത്ര ആയിട്ടില്ലെങ്കിലും പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ഡ്യൂക്കിനേക്കാൾ ഒരു പടി മുമ്പിൽ വെക്കാൻ എക്സ്ട്രീം 250 പറ്റുന്നുണ്ട്. ലുക്കിലല്ലല്ലോ വർക്കിലാണുള്ള കാര്യം. അത്യാവശ്യം ഡെയിലി റൈഡും വീക്കെൻഡ് റൈഡും ഒക്കെ ഫോക്കസ് ചെയ്യുന്നവർക്ക് റിഫൈൻഡ് ആയുള്ള റിലയബിൾ ആയുള്ള ഒരു എഞ്ചിനാണ് ബൈക്കിനുള്ളത്. കൂടാതെ മികച്ചൊരു മൈലേജും ഈ ഒരു ബൈക്ക് നൽകുന്നുണ്ട്. ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ബൈക്ക് ആണെങ്കിലും 250cc സെഗ്മെന്റിൽ നിൽക്കുന്ന ഓൾറൗണ്ടർ ബൈക്കായിട്ട് നമുക്കൊരു ബൈക്കിനെ കാണാം. ഡെയിലി യൂസിനും അതുപോലെ ഒരു ഫൺ റൈഡിങ്ങിനൊക്കെ വളരെ മികച്ചൊരു ബൈക്കാണിത്. ബൈക്കിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എന്നിരുന്നാലും ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ മാത്രം ആരും ബൈക്ക് വാങ്ങാതിരിക്കുക. നിങ്ങൾക്കൊരു ബൈക്ക് വാങ്ങിക്കണം, ഏത് ബൈക്ക് എടുക്കണം എന്നതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആദ്യം ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം. ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ബൈക്കിന്റെ ക്യാരക്ടർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു ബൈക്ക് എടുക്കുക. കൂടാതെ തന്നെ ആ ഒരു ബൈക്ക് ഓൺ ചെയ്യുന്നവരുടെ അടുത്തുകൂടി അഭിപ്രായങ്ങൾ ചോദിക്കുക. ബൈക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഓണറിന്റെ ഫീഡ്ബാക്ക് എന്നത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിനേക്കാൾ വാല്യുബിൾ ആയിരിക്കും. സോ നമ്മുടെ ഹീറോ എക്സ്ട്രീം 250 വിശേഷങ്ങളോട് കൊണ്ട് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ പറയാം. ബൈക്കിന്റെ ഓണറിന്റെ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് വിശാൽ വിജയൻ സൈനിങ് ഓഫ് ഫോർ മോട്ടോ നോയ്സ് മലയാളം. താങ്ക് യു. ഇറ്റാലിയൻ ബ്യൂട്ടി ഇഷ്ടപ്പെടുന്നവരാരും നമ്മുടെ അടുത്ത എപ്പിസോഡ് മിസ് ഔട്ട് ചെയ്യാതിരിക്കുക. കാരണം അടുത്ത എപ്പിസോഡ് നമ്മുടെ ഒപ്പം ഉള്ളത് ഒരു 400cc കില്ലറാണെന്ന് പറയാം. നമ്മൾ ക്രിസ്മസിന് മുമ്പൊക്കെ ആയിട്ട് എടുത്ത വീഡിയോ ആണിത്. പക്ഷേ ക്രിസ്മസിൻ്റെ ഇറക്കും തന്നെ ജോലി തിരക്കൊക്കെ ആയിട്ട് കുറേ ഡിലേ ആയി. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ഒപ്പം ഉള്ളത് അപ്രീലിയ RS 457.